ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സിലബസിലെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ ദ റിവർ വാലി സിവിലൈസേഷൻ്റെ ബാക്കി പോർഷൻസ് ആണ്. ഈ ചാപ്റ്ററിൻ്റെ ഓൾറെഡി 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ അതുകൂടെ പോയി ഒന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂവേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കണിലെ ഓൾ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക. 8ാം ക്ലാസ്സിലെ കെമിസ്ട്രി, സോഷ്യൽ, മാത്സ് എന്നിവയൊക്കെയാണ് ഞാനിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൊരു ചാനലാണിത്. അപ്പോൾ അതിൽ ആ സബ്ജക്റ്റിൻ്റെ വീഡിയോസൊക്കെയാണ് ഇപ്പോൾ ഇട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റിൻ്റെയാണ് വേണ്ടതെന്ന് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള വീഡിയോസിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ബാക്കി പോർഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈജിപ്ഷ്യൻ, മെസോപ്പൊട്ടോമിയൻ ആൻഡ് ചൈനീസ് സിവിലൈസേഷനെ പറ്റിയിട്ടുള്ള ഭാഗമാണ്. വി ഹാവ് ഡിസ്കസ്ഡ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. നമ്മൾ ഇൻഡസ് വാലി സിന്ധു നദീതട സംസ്കാരത്തെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തു. There were a few other civilizations in different parts of the world in the same period. ഇതേ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മറ്റു ചില സിവിലൈസേഷൻസും സംസ്കാരങ്ങളും ഉണ്ടായിരുന്നു. They were മെസോപ്പൊട്ടോമിയൻ, ഈജിപ്ഷ്യൻ ആൻഡ് ചൈനീസ് സിവിലൈസേഷൻ. അത് ഏതൊക്കെയായിരുന്നു? മെസോപ്പൊട്ടോമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം ആൻഡ് ചൈനീസ് സംസ്കാരം. Wide use of bronze tools was the common features of all these civilization. ഈ സംസ്കാരങ്ങളുടെ എല്ലാം പൊതു സ്വഭാവം എന്ന് പറയുന്നത് ബ്രോൺസ് ടൂൾസ് ഉപയോഗിച്ചിരുന്നു എന്നതാണ്. അതായത് വെങ്കല ഉപകരണങ്ങളായിരുന്നു ഈ സംസ്കാരങ്ങളിൽ പൊതുവായി ഉപയോഗിച്ചിരുന്നത്. Hence these civilizations are commonly known as Bronze Age civilization. അതിനാൽ ഈ സംസ്കാരങ്ങളെ പൊതുവായി വെങ്കലയുഗ സംസ്കാരങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന് പറയാനുള്ള കാരണം എന്താണ്? കൂടുതലും ബ്രോൺസ് ടൂൾസ് ആയിരുന്നു ഈ സംസ്കാരങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. അതേ പേജിൽ റൈറ്റ് സൈഡിലെ ബോക്സ് ഒന്ന് നോക്കാം. വൈ റിവർ വാലീസ്? എന്തുകൊണ്ട് നദീ താഴ്വരകൾ? Early man had not mastered the technology for acquiring farmlands by clearing the forest. കാട് വെട്ടിത്തെളിച്ച് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്തുവാനുള്ള തരത്തിലുള്ളൊരു ബുദ്ധിയൊന്നും ആദിമ മനുഷ്യനുണ്ടായിരുന്നില്ല. സോ ഹി ബിഗാൻ ഫാമിംഗ് ഇൻ ഗ്രാസ് ലാൻഡ്സ് ദാറ്റ് കുഡ് ഈസിലി ബി മെയ്ഡ് അറേബിൾ. അപ്പോൾ അവർക്ക് അറിയാവുന്നത് ഗ്രാസ് ലാൻഡ് ഉണ്ടല്ലോ, അതൊക്കെ അതിൽ കൃഷി ചെയ്യുക എന്നുള്ളൊരു അറിവ് മാത്രമേ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉള്ളായിരുന്നു. ദ റിവർ വാലീസ് ഓഫ് നൈൽ, the Euphrates and the Indus were vast areas of grassland. ഗ്രാസ്ലാൻഡ് കൂടുതലായും കാണപ്പെട്ടത് നൈൽ, യൂഫ്രട്ടീസ്, സിന്ധു നദീതടങ്ങളിലായിരുന്നു. Fertile soil, plenty of water, grazing fields, etc. were the favorable factors for the concentration of human settlement in the river valleys. നദീതീരങ്ങളിൽ താമസമുറപ്പിക്കുവാൻ അന്നത്തെ ആദിമ മനുഷ്യനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്ന് പറയുന്നത് ഫലപുഷ്ടിയായിട്ടുള്ള മണ്ണ്, നദീതീരങ്ങളുടെ തീരത്താകുമ്പോൾ കൂടുതൽ വെള്ളം ലഭിക്കും. അപ്പം പ്ലെൻറ്റി ഓഫ് വാട്ടർ, പിന്നാണെങ്കിൽ കന്നുകാലികളെയൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ അവർക്ക് മേയാനുള്ള സ്ഥലങ്ങളും വളരെ കൂടുതലാണ്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് ആദിമ മനുഷ്യൻ നദിയുടെ തീരത്ത് താമസമുറപ്പിക്കുവാൻ തീരുമാനിച്ചത്. ദീസ് റിവർ വാലീസ് വെയർ ദ ക്രാഡിൽസ് ഓഫ് സിവിലൈസേഷൻ. ഈ സിവിലൈസേഷൻ്റെ തൊട്ടിലാണ് ഈ റിവർ വാലികളെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ് പേജ് നോക്കാം. ഒബ്സർവ് ദ മാപ്പ് ബിലോ ആൻഡ് ഐഡൻറ്റിഫൈ ദ റീജിയൻസ് വെയർ ദീസ് സിവിലൈസേഷൻസ് ഫ്ലറിഷ്ഡ്. ഈ പറഞ്ഞ സിവിലൈസേഷനുകൾ ഫ്ലറിഷ് ചെയ്തിരിക്കുന്ന പ്രദേശങ്ങൾ അല്ലെങ്കിൽ സെൻറ്റേഴ്സുകൾ ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സംസ്കാരത്തെ പറ്റി പഠിക്കുമ്പോഴും ഏതൊക്കെ പ്രദേശങ്ങളിലായിരുന്നു ഈ സംസ്കാരം നിലനിന്നിരുന്നതെന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോർഷനായ ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലേക്ക് കടക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈജിപ്ഷ്യൻ സംസ്കാരം.
അവിടെ തന്നിരിക്കുന്നത് ഹോവാർഡ് കാർട്ടർ എന്ന പുരാവസ്തു ഗവേഷകൻ്റെ ഡയറി കുറിപ്പാണ്. ആ ഡയറി കുറിപ്പിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ആദ്യം ഒന്ന് നോക്കാം. ഐ റീച്ച്ഡ് ഈജിപ്റ്റ് ഇൻ നവംബർ 1922. 1922 നവംബറിൽ ഞാൻ ഈജിപ്തിലെത്തി. ഇറ്റ് വാസ് എ ജേർണി in search of the mummy of Tutankhamun, the emperor who lived in the 14th century. 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചു മരിച്ച ഈജിപ്തിൻ്റെ എംപററായിരുന്ന തൂത്തൻഖാമൻ എന്നുള്ള ആ രാജാവിൻ്റെ മമ്മി തേടി ഇറങ്ങിയതായിരുന്നു ഞാൻ. ഇറ്റ് വാസ് എ ന്യൂ സ്റ്റേജ് ഓഫ് ദ ജേർണി ഇൻ സെർച്ച് ഓഫ് മമ്മീസ് ആൻഡ് പിരമിഡ്. മമ്മികളുടെയും പിരമിഡുകളുടെയും സെർച്ച്, അതായത് തിരഞ്ഞുള്ള ഒരു പുതിയ വഴിയായിരുന്നു ഇത്. എ പ്രോലോങ്ഡ് സെർച്ച് അക്രോസ് ദ നോർത്തേൺ വാലി ഓഫ് ഈജിപ്റ്റ്. ഈജിപ്തിൻ്റെ വടക്കു ഭാഗത്തുള്ള താഴ്വരയിലൂടെ സുദീർഘമായ ഒരു അന്വേഷണം. ബട്ട് നോ അവെയിൽ. പക്ഷേ പ്രയോജനമുണ്ടായില്ല. എക്സ്പെക്റ്റേഷൻസ് ഗേവ് വേ ടു ഡിസപ്പോയിൻമെൻറ്റ്. പ്രതീക്ഷ നിരാശയ്ക്ക് വഴിമാറി. അറ്റ് ലാസ്റ്റ്, അവസാനം, ഐ ഡിസൈഡഡ് ടു സ്റ്റാർട്ട് എക്സ്കവേഷൻസ് നിയർ എ ഹ്യൂജ് പിരമിഡ്. ഒരു വലിയ പിരമിഡിൻ്റെ സൈഡിൽ നിന്ന് ഞാനൊരു എക്സ്കവേഷൻ, ഉത്ഖനനം തുടങ്ങി. ക്യൂരിയോസിറ്റി ഗേവ് വേ ടു വണ്ടർ. ക്യൂരിയോസിറ്റി, ആകാംക്ഷ, അത്ഭുതത്തിലേക്ക് വഴിമാറി. സ്റ്റെപ്സ് ലീഡിങ് ടു എ ലാർജ് ഡോർ അണ്ടർഗ്രൗണ്ട്. താഴെ ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു സ്റ്റെപ്പ് കണ്ടു. ആ സ്റ്റെപ്പ് ഒരു ഡോറിലേക്കാണ് തുറന്നത്. വൺ ആഫ്റ്റർ ദി അതർ, ഒന്ന് മാറി അടുത്ത ഡോറ് വന്നു. വെൻ ദ തേർഡ് ഡോർ വാസ് ഓപ്പൺ, മൂന്നാമത്തെ വാതിൽ തുറന്നപ്പോൾ ഐ സ്റ്റൂഡ് ഡേസ്ഡ്, അതായത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ദ എംപറർ ഹൂം ഐ ഹാവ് ബീൻ പെർസ്യൂയിങ് ലേ അഡോൺഡ് ഇൻ എറ്റേണൽ സ്ലീപ്പ്. അവിടെ കണ്ടത് എന്തായിരുന്നു? ഞാൻ അന്വേഷിച്ചു വന്ന തൂത്തൻഖാമൻ നിദ്രയിലായിരുന്നു. സർവാഭരണ വിഭൂഷിതനായി അനന്തമായ നിദ്രയിൽ ഇരിക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതെന്തായിരുന്നു? തൂത്തൻഖാമൻ്റെ മമ്മിയായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ മമ്മി എന്താണ് എന്നൊക്കെയുള്ളത് അടുത്ത പോർഷനിൽ പഠിക്കുന്നതായിരിക്കും. ഇതാണ് ഡയറി കുറിപ്പിനകത്ത് പറഞ്ഞിട്ടുള്ള ആശയം. ഹാവിൻഡ് യു റീഡ് ദ ഡയറി ഓഫ് ഹോവാർഡ് കാർട്ടർ ദ ആർക്കിയോളജിസ്റ്റ്. അപ്പം ആർക്കിയോളജിസ്റ്റായ ഹോവാർഡ് കാർട്ടറിൻ്റെ ഡയറി നിങ്ങൾ വായിച്ചില്ലേ? ഹാവ് യു ഹേർഡ് ഓഫ് തൂത്തൻഖാമൻ മെൻഷൻഡ് ഇൻ ദ ഡയറി. ഈ ഡയറിയിൽ പറഞ്ഞിട്ടുള്ള തൂത്തൻഖാമനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഹി വാസ് എ കിങ് ഓഫ് ഏൻഷ്യൻറ്റ് ഈജിപ്റ്റ്. പുരാതന ഈജിപ്തിലെ രാജാവായിരുന്നു. ബാക്ക് ദെൻ ദ കിങ് ഓഫ് ഈജിപ്റ്റ് വെയർ നോൺ ആസ് ഫറാവോ. അണ്ടർലൈൻ ചെയ്തേ. ഈജിപ്തിലെ രാജാക്കന്മാരെ അറിയപ്പെടുന്നത് എങ്ങനെയായിരുന്നു? ഫറാവോ രാജാക്കന്മാർ എന്നായിരുന്നു. ഫറാവോ. ദ പ്രാക്ടീസ് ഓഫ് പ്രിസർവിങ് ദ ബോഡി ഓഫ് ദ ഡെഡ് പ്രിവെയിൽഡ് ഇൻ ഈജിപ്റ്റ്. എന്തായിരുന്നു പറഞ്ഞത്? മൃതശരീരം കേടുവരാതെ സൂക്ഷിക്കുന്ന ഒരു സമ്പ്രദായം ഈജിപ്തിൽ ഉണ്ടായിരുന്നു. എ കോപ്സ് പ്രിസർവ്ഡ് ദസ് ഈസ് കോൾഡ് എ മമ്മി. ഇങ്ങനെ മൃതശരീരങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഇതിനെയാണ് മമ്മി എന്ന് പറയുന്നത്. ആ മൃതശരീരങ്ങളെയാണ് മമ്മി എന്നറിയപ്പെടുന്നത്. അപ്പോൾ കേടുകൂടാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മൃതശരീരങ്ങളെയാണ് മമ്മി എന്ന് പറയുന്നത്. പിരമിഡ്സ് വെയർ ടോംസ് വെയർ ദ മമ്മീസ് വെയർ പ്രിസർവ്ഡ്. ഈ മമ്മികൾ സൂക്ഷിച്ചിരുന്ന വലിയ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ എന്നറിയപ്പെടുന്നത്. They remain as evidence for the excessive use of labor and wealth. മനുഷ്യൻ്റെ അധ്വാനവും സമ്പത്തും വൻതോതിൽ ഉപയോഗിച്ചിരുന്നു എന്നതിന് തെളിവാണ് പിരമിഡുകൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഫറാവോ എന്നുള്ളൊരു വേർഡ് വരുന്നുണ്ട്. മമ്മി എന്താണെന്ന് പറയുന്നുണ്ട്. പിരമിഡ്സ് എന്താണെന്ന് പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് കേട്ടോ. പോർഷനാണ് ഇപ്പം നമ്മൾ ഈ പഠിച്ചു നിർത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് പേജിൽ കാണിച്ചിരിക്കുന്നത് ഈജിപ്തിലെ പിരമിഡ്സിൻ്റെ ചിത്രമാണ്. വാട്ട് വെയർ ദ അതർ ഫീച്ചേഴ്സ് ഓഫ് ദ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ ബ്രോൺസ് ഏജ്.
ബ്രോൺസ് ഏജിൽ നിലനിന്നിരുന്ന ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ മറ്റു ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അണ്ടർലൈൻ ചെയ്ത് തുടങ്ങുക. ദിസ് സിവിലൈസേഷൻ മുതൽ റൈറ്റിംഗ് എന്ന് പറയുന്ന ഭാഗം വരെ നമുക്ക് പഠിക്കാനുണ്ട്. ദിസ് സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ വാലി ഓഫ് ദ റിവർ നൈൽ. നൈൽ നദിയുടെ തീരത്താണ് ഈ സിവിലൈസേഷൻ ഉടലെടുത്തത്. അഗ്രികൾച്ചർ വാസ് ദ ബാക്ക് ബോൺ ഓഫ് ദിസ് സിവിലൈസേഷൻ. ഈ സംസ്കാരത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് കൃഷിയായിരുന്നു. The Egyptians also engaged in weaving and production of glassware. അപ്പോൾ ഈജിപ്ഷ്യൻസിൻ്റെ തൊഴിൽ എന്തൊക്കെയായിരുന്നു? അവർ എൻഗേജ്ഡ് ആയിരുന്നിട്ടുള്ള തൊഴിലുകൾ എന്നറിയപ്പെടുന്നത് നെയ്ത്തും സ്ഫടിക നിർമ്മാണവുമായിരുന്നു. ഗ്ലാസ് വെയർ എന്ന് പറഞ്ഞാൽ സ്ഫടികം. അപ്പം ഗ്ലാസ് വെയർ സ്ഫടിക നിർമ്മാണമായിരുന്നു അവരുടെ തൊഴിൽ. ദേ ഫോംഡ് ആൻ ആർട്ട് ഓഫ് റൈറ്റിംഗ്. അവരൊരു എഴുത്ത് വിദ്യ ഫോം ചെയ്തു. ഇറ്റ് ഈസ് നോൺ ആസ് ഹൈറോഗ്ലിഫിക്സ്. അതറിയപ്പെട്ടിരുന്നത് ഹൈറോഗ്ലിഫിക്സ് എന്നായിരുന്നു. അപ്പോൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ എഴുത്തുവിദ്യ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഹൈറോഗ്ലിഫിക്സ്. ഈജിപ്ഷ്യൻ സംസ്കാരം ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നൈൽ നദി. വിച്ച് മീൻസ് സേക്രഡ് റൈറ്റിംഗ്. അപ്പോൾ ഹൈറോഗ്ലിഫിക്സിൻ്റെ അർത്ഥം എന്താണ്? വിശുദ്ധമായ എഴുത്ത്. ദേ യൂസ്ഡ് ദ ലീവ്സ് ഓഫ് ദ പ്ലാന്റ് കോൾഡ് പാപ്പറസ് ഫോർ റൈറ്റിംഗ്. അവർ എഴുത്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഏത് ചെടിയുടെ ഇലയായിരുന്നു? പാപ്പറസ് എന്ന ചെടിയുടെ ഇലയായിരുന്നു എഴുത്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത്. നെക്സ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫും ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഫീച്ചറിനകത്തിൽ നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടതാണ് കേട്ടോ. The Egyptians also attained amazing advancement in the field of science. ശാസ്ത്രരംഗത്തും ഈ ഈജിപ്ഷ്യൻസിന് വളരെയധികം ഉയർച്ച വന്നു. They formulated a solar calendar. അവരെന്ത് ചെയ്തു? ഒരു സോളാർ കലണ്ടർ നിർമ്മിച്ചു. As per this calendar, a year had 365 days. ഈ കലണ്ടർ അനുസരിച്ച് ഒരു വർഷം 365 ദിവസമാണുള്ളത്. A year was divided into 12 months. ഒരു ഇയറിനെ 12 മാസമായി വിഭജിച്ചിരുന്നു. ഓഫ് 30 days ഈച്ച്. 30 ദിവസമുള്ള 12 മാസങ്ങളായിട്ടായിരുന്നു ഒരു വർഷത്തെ ഈജിപ്ഷ്യൻസ് വിഭജിച്ചിരുന്നത്. The remaining 5 days were set aside for celebration. അപ്പോൾ എന്താ പറഞ്ഞത്? 30 ദിവസമുള്ള 12 മാസം എന്ന് പറയുമ്പോൾ നമുക്ക് 360 വരും. 12 ഗുണം 30 360. ടോട്ടൽ 365 ദിവസമല്ലേ? അപ്പോൾ ബാക്കിയുള്ള 5 ദിവസം എന്തിനു വേണ്ടിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്? സെലിബ്രേഷൻസ്, ഉത്സവങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. Their advancement in the field of mathematics is also significant. ഈജിപ്ഷ്യൻസിന് മാത്തമാറ്റിക്സിലും ഗണിതശാസ്ത്രത്തിലും കൂടുതൽ ഇംപ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടായി. അത് എടുത്തു പറയത്തക്ക ആണത്. ദേ കുഡ് കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾസ് ആൻഡ് റെക്റ്റാങ്കിൾസ്. അവർക്ക് ട്രയാങ്കിൾസിൻ്റെയും റെക്റ്റാങ്കിൾസിൻ്റെയും ത്രികോണത്തിൻ്റെയും ചതുരത്തിൻ്റെയും ഏരിയാസ് കണ്ടുപിടിക്കാൻ അറിയുമായിരുന്നു. ടു ഡിറ്റർമിൻ ടൈം ദേ മേഡ് സൺഡയൽ. ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി, ടൈം മനസ്സിലാക്കുവാൻ വേണ്ടി, ഡിറ്റർമിൻ ചെയ്യുവാൻ വേണ്ടി അവർ സൺഡയൽ നിർമ്മിച്ചു. എ ക്ലോക്ക് ദാറ്റ് ടെൽസ് ടൈം ബൈ ദ ഷാഡോ കാസ്റ്റ് ബൈ ദ സൺ ആൻഡ് വാട്ടർ ക്ലോക്ക് ദാറ്റ് വർക്ക്സ് ഓൺ വാട്ടർ കറണ്ട്. അവരപ്പോൾ എന്തൊക്കെ നിർമ്മിച്ചു? ഒരു സൂര്യൻ്റെ ഷാഡോയിലൂടെ ടൈം മനസ്സിലാക്കുന്ന ഒരു ക്ലോക്കും പിന്നീട് വാട്ടർ കറണ്ടിലൂടെ പ്രവർത്തിക്കുന്ന ഒരു വാട്ടർ ക്ലോക്കും. വാട്ടർ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ജലഘടികാരം, സൺ ഡയൽ എന്ന് പറഞ്ഞാൽ സൂര്യഘടികാരം. അപ്പോൾ സൺ ഡയലും വാട്ടർ ക്ലോക്കും മെയ്ഡ് ചെയ്തത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. The Egyptians were also skillful in sculpture. ശില്പവിദ്യയിലും ഇവർ വളരെ കഴിവുള്ളവരായിരുന്നു. It is evident from the Sphinx, a statue with a lion's body and human head. അതിന് തെളിവ് തരുന്ന ഒരു കാര്യമാണ് ഏത്? സ്ഫിൻക്സ് എന്ന് പറയുന്നത്. സ്ഫിൻക്സ് എന്ന് പറഞ്ഞാൽ എ സ്റ്റാച്യു വിത്ത് ലയൺസ് ബോഡി ആൻഡ് ഹ്യൂമൻ ഹെഡ്. സിംഹത്തിൻ്റെ ശരീരം
ശരീരവും മനുഷ്യൻ്റെ തലയുമുള്ള ഒരു പ്രതിമ. അത് കണ്ടോ? ആ സ്ഫിൻക്സിൻ്റെ ഒരു ചിത്രം തൊട്ട് താഴെ കാണിച്ചിട്ടുണ്ട്. സിംഹത്തിൻ്റെ ബോഡിയും മനുഷ്യൻ്റെ തലയും വരുന്ന ഒരു പ്രതിമയുടെ നിർമ്മാണം അന്നത്തെ കാലഘട്ടത്തിലെ ഈജിപ്ഷ്യൻസിൻ്റെ ശില്പവിദ്യയിലുള്ള കഴിവ് തെളിവാകുന്നതാണ്. ഈ പാരഗ്രാഫും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈജിപ്ഷ്യനിലെ ഫീച്ചേഴ്സ് ചോദിക്കുമ്പോൾ നമുക്ക് എഴുതേണ്ടതാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന സംസ്കാരമാണ് മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. The Mesopotamian civilization flourished in the region where the modern Iraq is situated. ആധുനിക ഇറാഖ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഉടലെടുത്തത്. Mesopotamia is the land between the rivers Euphrates and Tigris. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിലുള്ള സ്ഥലത്താണ് മെസോപ്പൊട്ടോമിയ സ്ഥിതി ചെയ്യുന്നത്. These rivers originate from the American mountains and merge with the Persian Sea. അർമേനിയൻ മൗണ്ടെയ്ൻസ്, ക്ഷമിക്കണം കേട്ടോ. ഈ റിവർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ റിവർ? യൂഫ്രട്ടീസ് ടൈഗ്രീസ് എന്ന നദികൾ ഉത്ഭവിക്കുന്നത്, ഒറിജിനേറ്റ് ചെയ്യുന്നത് അർമേനിയൻ മൗണ്ടെയ്ൻസിൽ നിന്ന് തുടങ്ങി പേർഷ്യൻ സീയിൽ മേർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അണ്ടർലൈൻ ചെയ്യണേ. അർമേനിയൻ പർവ്വതനിരകളിൽ നിന്ന് തുടങ്ങി ഉത്ഭവിച്ച് പേർഷ്യൻ സീയിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ദ വേർഡ് മെസോപ്പൊട്ടോമിയ മീൻസ് ദ ലാൻഡ് ബിറ്റ്വീൻ ദ റിവേഴ്സ്. മെസോപ്പൊട്ടോമിയ എന്ന വേർഡിൻ്റെ അർത്ഥം നദികൾക്കിടയിലുള്ള പ്രദേശം. ലാൻഡ് ബിറ്റ്വീൻ ദ റിവേഴ്സ്, നദികൾക്ക് ഇടയിലുള്ള പ്രദേശം എന്നാണ്. 4 different civilizations emerged and declined in Mesopotamia. മെസോപ്പൊട്ടോമിയയിൽ 4 വിവിധ തരത്തിലുള്ള സംസ്കാരങ്ങളാണ് ഉടലെടുത്തതും നാശം സംഭവിച്ചതും അല്ലെങ്കിൽ അതിന് അവിടെ ഇല്ലാണ്ടായതും. They were the Sumerian, the Babylonian, the Assyrian, the Chaldean. എന്താണ് പറഞ്ഞത്? ആ 4 സംസ്കാരങ്ങൾ ഏതൊക്കെയായിരുന്നു? സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ. അപ്പോൾ ഈ പാരഗ്രാഫ് മുഴുവൻ മെസോപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ ഫീച്ചേഴ്സാണ് പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഫെർട്ടൈൽ സോയിൽ ഓഫ് മെസോപ്പൊട്ടോമിയ ഹെൽപ്ഡ് അഗ്രികൾച്ചറൽ പ്രോഗ്രസ്. കൃഷിയിൽ പുരോഗതി ഉണ്ടാകുവാൻ മെസോപ്പൊട്ടോമിയയിലെ ഫലപുഷ്ടിയായ മണ്ണ് വളരെയധികം സഹായിച്ചു. ഇറ്റ് ലെഡ് ടു ട്രേഡ് ആൻഡ് ദ കോൺസിക്വൻറ്റ് ഗ്രോത്ത് ഓഫ് സിറ്റീസ്. അങ്ങനെ കച്ചവടം ആരംഭിച്ചു, അതിലൂടെ സിറ്റികൾ വളരുവാൻ തുടങ്ങി. ഉറൂക്ക് ആൻഡ് ലഗാഷ് വെയർ ദ മേജർ സിറ്റീസ് ഇൻ ഏൻഷ്യൻ്റ് മെസോപ്പൊട്ടോമിയ. പുരാതന മെസോപ്പൊട്ടോമിയയിലെ പ്രധാനപ്പെട്ട സിറ്റികളുടെ പേരുകളാണ് ഉറൂക്ക് ആൻഡ് ലഗാഷ്. അണ്ടർലൈൻ ചെയ്യുക. സിറ്റീസ് വെയർ ഓൾസോ ട്രേഡിംഗ് സെൻറ്റേഴ്സ്. ഈ സിറ്റികൾ കച്ചവട കേന്ദ്രങ്ങളുമായിരുന്നു. വി ഹാവ് ഡിസ്കസ്ഡ് ദ ട്രേഡ് ലിങ്ക് ബിറ്റ്വീൻ ദ പീപ്പിൾ ഓഫ് മെസോപ്പൊട്ടോമിയ ആൻഡ് ദ ഇൻഡസ് വാലി. നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു എങ്ങനെയാണ് മെസോപ്പൊട്ടോമിയയിലെയും ഇൻഡസ് വാലിയിലെയും ട്രേഡിൻ്റെ ലിങ്ക് എങ്ങനെയാണെന്ന് നമ്മൾ ആദ്യ ഭാഗങ്ങളിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ആസ് ട്രേഡ് ഡെവലപ്ഡ് ഇറ്റ് ബിക്കെയിം എസെൻഷ്യൽ ടു റെക്കോർഡ് ദ അക്കൗണ്ട്സ് ഓഫ് ദ എക്സ്ചേഞ്ച്ഡ് ഗുഡ്സ്. അപ്പോൾ കച്ചവടം സ്വാഭാവികമായും കൂടുമ്പോൾ നമുക്ക് വിറ്റതും വാങ്ങിയതും എക്സ്ചേഞ്ച് ചെയ്തതുമായിട്ടുള്ള വസ്തുക്കളുടെ കണക്ക് വിവരങ്ങൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്, റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇറ്റ് ഇവൻച്വലി ലെഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ആർട്ട് ഓഫ് റൈറ്റിംഗ്. ഇത് എഴുത്ത് വിദ്യയിലേക്ക് നയിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ എഴുതി വെക്കണമെങ്കിൽ നമുക്ക് എഴുത്ത് വിദ്യ അറിയണ്ടേ? എഴുത്ത് വിദ്യയിലേക്ക് നയിച്ചു. ദ മെസോപ്പൊട്ടോമിയൻ സിസ്റ്റം ഓഫ് റൈറ്റിംഗ് ഈസ് കോൾഡ് ക്യൂനിഫോം. വളരെ ഇമ്പോർട്ടൻറ്റ്. മെസോപ്പൊട്ടോമിയൻ സിസ്റ്റത്തിലെ എഴുത്ത് വിദ്യ അറിയപ്പെട്ടിരുന്നത് ക്യൂനിഫോം എന്നായിരുന്നു. നമ്മൾ ഈജിപ്ഷ്യനിൽ പഠിച്ചായിരുന്നു ഒരു പേര്, എന്ത്? ഹൈറോഗ്ലിഫിക്സ്. തെറ്റിപ്പോവരുതേ. ദ സ്ക്രിപ്റ്റ് വാസ് വെഡ്ജ് ഷേപ്ഡ്. ആ സ്ക്രിപ്റ്റ്, ആ എഴുത്തുവിദ്യ എങ്ങനെയായിരുന്നു? വെഡ്ജ് ഷേപ്പ്, ആപ്പിൻ്റെ ആകൃതിയായിരുന്നു. വെഡ്ജ് മീൻസ് ആപ്പ്, ആപ്പിൻ്റെ ആകൃതിയായിരുന്നു. ദേ വെയർ റിട്ടൺ ഓൺ ദ സ്മൂത്ത് സർഫസ് ഓഫ് എ വെറ്റ് ക്ലേ ടാബ്ലറ്റ്സ്. ഈ എഴുത്തുവിദ്യ, ആ ലിപി എഴുതിയിരുന്നത് എവിടെയായിരുന്നു? സ്മൂത്ത് സർഫസ് ഓഫ് വെറ്റ് ക്ലേ ടാബ്ലറ്റ്സ്. മണ്ണ് കുഴച്ച് ഉണ്ടാക്കിയ ചെറുഫലകങ്ങളുടെ മിനുസമുള്ള പ്രതലത്തിലായിരുന്നു ഈ സ്ക്രിപ്റ്റുകൾ എഴുതിയിരുന്നത്. ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഈ കളിമൺ ഫലകങ്ങൾ എന്നാണ് കേട്ടോ, കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ഫലകങ്ങൾ. ഓക്കെ,
എ ഷാർപ്പ് സ്റ്റൈലസ് വാസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ്. കൂർത്ത മുനയുള്ള എഴുത്താണിയായിരുന്നു എഴുതാനായി ഉപയോഗിച്ചിരുന്നത്. ദ ടാബ്ലറ്റ്സ് വെയർ ദെൻ ബേക്ക്ഡ് ഇൻ ദ സണ്ണ്. ഈ കളിമണ്ണ് കൊണ്ടുള്ള ഫലകങ്ങൾ പിന്നീട് സൂര്യനിൽ വെച്ച് ബേക്ക് ചെയ്യാറുണ്ട്, ചൂട് പിടിപ്പിക്കാറുണ്ട്. എ ഹ്യൂജ് കളക്ഷൻ ഓഫ് ദീസ് ടാബ്ലറ്റ്സ് ഹാസ് ബീൻ ഫൗണ്ട് ഹിയർ. ഇവിടെ ഇത്തരത്തിലുള്ള കുറേ ടാബ്ലറ്റ്സുകളുടെ കളക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. മോസ്റ്റ് ഓഫ് ദം വെയർ റിലേറ്റഡ് ടു ട്രേഡ്. കൂടുതലും കച്ചവടവുമായി ബന്ധപ്പെട്ടതായിരുന്നു. ആ പാരഗ്രാഫ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോകാം. ദേ അച്ചീവ്ഡ് റിമാർക്കബിൾ പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് അസ്ട്രോണമി. മാത്തമാറ്റിക്സിലും അസ്ട്രോണമിയിലും അവർ കൂടുതൽ അറിവ് അല്ലെങ്കിൽ പ്രോഗ്രസ് കണ്ടെത്തിയിരുന്നു. ദേ ഫോർമുലേറ്റഡ് എ കലണ്ടർ ബേസ്ഡ് ഓൺ ദ മൂവ്മെൻറ്റ്സ് ഓഫ് ദ മൂൺ. ചന്ദ്രൻ്റെ മൂവ്മെൻറ്റിനെ ആസ്പദമാക്കി ഈ മെസോപ്പൊട്ടേമിയയിൽ ഒരു കലണ്ടർ ഫോർമുലേറ്റ് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. നമ്മൾ പഠിച്ചു ഈജിപ്ഷ്യനിലും കലണ്ടർ ഉണ്ടായിരുന്നു. ദേ ഡിവൈഡഡ് ഇയർ ഇൻറ്റു 12 മന്ത്. അപ്പോൾ മെസോപ്പൊട്ടേമിയയിൽ എങ്ങനെയായിരുന്നു ഡിവൈഡ് ചെയ്തിരുന്നത്? 12 മന്തായിട്ട്, ഒരു വർഷത്തെ 12 മാസമായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തത്. എ മന്ത് ഇൻറ്റു 4 വീക്സ്. ഒരു മന്തിന്, ഒരു മാസത്തിന് 4 ആഴ്ചയുണ്ടായിരുന്നു. ആൻഡ് എ ഡേ ഇൻറ്റു 24 അവേഴ്സ്. ഒരു ദിവസത്തെ 24 മണിക്കൂറായിട്ടും തരം തിരിച്ചിരുന്നു. ദേ ന്യൂ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സ്ക്വയർ റൂട്ട്. അവർക്ക് ഡിവിഷനും ഹരണവും ഗുണനവും സ്ക്വയർ റൂട്ടും കണ്ടുപിടിക്കുവാൻ അറിയാമായിരുന്നു. ഇവിടുത്തെ ആൾക്കാർക്ക്, മെസോപ്പൊട്ടേമിയൻ സംസ്കാരത്തിലുള്ള ആൾക്കാർക്ക് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സ്ക്വയർ റൂട്ട് എല്ലാം അറിയാമായിരുന്നു. ഇതെല്ലാം ആ മെസോപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ ഫീച്ചേഴ്സിനകത്ത് വരുന്നവയാണ്. അങ്ങനെ നമ്മൾ ഈജിപ്ഷ്യൻ സംസ്കാരവും മെസോപ്പൊട്ടേമിയൻ സംസ്കാരവും ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ് താഴെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ദ മെസോപ്പൊട്ടേമിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്. സയൻസിൻ്റെ ഫീൽഡിൽ മെസോപ്പൊട്ടേമിയൻസ് നേടിയെടുത്തിട്ടുള്ള അച്ചീവ്മെൻറ്റ്സിനെ പറ്റിയിട്ടൊരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ പഠിച്ച ഈ പാരഗ്രാഫിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്. നമുക്കത് ഏതാണെന്നൊന്ന് നോക്കാം. ഇപ്പോൾ പഠിച്ച പാരഗ്രാഫിലെ ദേ അച്ചീവ്ഡ് റിമാർക്കബിൾ പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് മാത്തമാറ്റിക്സ് മുതൽ സ്ക്വയർ റൂട്ട് വരെ എന്നുള്ള ആ പാരഗ്രാഫാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. അതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വായിക്കുക, അത് വായിച്ച് ഇതിൻ്റെ ഉത്തരമായിട്ട് എഴുതിയെടുക്കുക. മെസോപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ ഫീച്ചേഴ്സുകൾ തീർന്നിട്ടില്ല. അതിലുൾപ്പെടുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് സിഗുറാത്ത്. വാട്ട് ഈസ് സിഗുറാത്ത്? ഹൗ വാസ് ഇറ്റ് കൺസ്ട്രക്റ്റഡ്? അതിനുത്തരമാണ് ഈ പാരഗ്രാഫ്. The construction of temples, namely ziggurat, is the evidence of the amazing architectural skills of the ancient Mesopotamians. പുരാതന കാലത്തെ ഏൻഷ്യൻ്റ് മെസോപ്പൊട്ടേമിയൻസുകളുടെ ആർക്കിടെക്ചറിലുള്ള കഴിവ് തെളിയിക്കുന്ന അമേസിങ് ആയിട്ടുള്ള ടെമ്പിൾസിൻ്റെ കൺസ്ട്രക്ഷനാണ് സിഗുറാത്തുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിളുകൾ ആരാധനാലയങ്ങളാണ്. മൺകൂനകൾ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ആരാധനാലയങ്ങളായിരുന്നു സിഗുറാത്തുകൾ. അപ്പോൾ അത് അന്നത്തെ കാലത്തെ മെസോപ്പൊട്ടേമിയൻസിൻ്റെ സ്കിൽസാണ് തെളിയിക്കുന്നത്. ദേ വെയർ കൺസ്ട്രക്റ്റഡ് ഇൻ സിറ്റീസ്. ദേ വെയർ ബിൽട്ട് ഓൺ ആർട്ടിഫിഷ്യൽ ഹിൽ റോക്സ് യൂസിങ് ബ്രിക്സ്. അത് നോക്കണേ. ദേ വെയർ കൺസ്ട്രക്റ്റഡ് ഇൻ സിറ്റീസുകളിലായിരുന്നു ഇത് നിർമ്മിച്ചിരുന്നത്. ദേ വെയർ ബിൽട്ട് ഓൺ ആർട്ടിഫിഷ്യൽ ഹിൽ റോക്സ് യൂസിങ് ബ്രിക്സ്. മൺകൂനകൾ ഉപയോഗിച്ച് അതിനു മുകളിൽ ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് സിഗുറാത്തുകൾ പണിതിരുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്? മൺകൂനകൾ ഉപയോഗിച്ച് അതിനു മുകളിൽ ഇഷ്ടികകൾ വെച്ചാണ് സിഗുറാത്തുകൾ പണിഞ്ഞിരിക്കുന്നത്. ആ ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം സിഗുറാത്തുകൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ആരാധനാലയങ്ങളാണ്. സിറ്റികളിൽ കൺസ്ട്രക്റ്റ് ചെയ്തിരുന്ന ആരാധനാലയങ്ങൾ. ഇതിലൂടെ മെസോപ്പൊട്ടേമിയൻസിൻ്റെ ആർക്കിടെക്ചറൽ സ്കിൽസിനുള്ളൊരു എവിഡൻസ് കൂടിയാണ് ഈ സിഗുറാത്തുകൾ. അതും നമ്മൾ ആ ഫീച്ചർ എഴുതുമ്പോൾ കൂട്ടിച്ചേർക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ നമ്മൾ ഈജിപ്ഷ്യൻ സംസ്കാരം, മെസോപ്പൊട്ടേമിയൻ സംസ്കാരം കംപ്ലീറ്റ് ആയി പഠിച്ചു. ഇനി നമുക്കൊരു സംസ്കാരം കൂടെ മാത്രമേ ഉള്ളൂ പഠിക്കുവാൻ. ചൈനീസ് സിവിലൈസേഷനിലേക്ക് കടക്കാം. ദ ചൈനീസ് സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ വാലി ഓഫ് ദ റിവർ ഹൊയാങ് ഹോ. എങ്ങനെയാണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത്?
ഹൊയാങ് ഹോ എന്ന നദിയുടെ താഴ്വരകളിലാണ്. അഗ്രികൾച്ചർ വാസ് ദ ബേസ് ഓഫ് ദിസ് സിവിലൈസേഷൻ. ഈ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആയിരുന്നു, കൃഷിയായിരുന്നു. ദേ വെയർ ഓൾസോ സ്കിൽഫുൾ ഇൻ വീവിങ്, മേക്കിംഗ് പോട്ടറി ആൻഡ് സിൽക്ക് പ്രൊഡക്ഷൻ. കൂടാതെ ആ ചൈനീസ് സിവിലൈസേഷനിൽ എന്തൊക്കെ കാര്യങ്ങളിൽ അവർ സ്കില്ലുള്ളവരായിരുന്നു? എന്തൊക്കെയായിരുന്നു? നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം. വീവിങ്, മേക്കിംഗ് പോട്ടറി ആൻഡ് സിൽക്ക് പ്രൊഡക്ഷൻ. നെക്സ്റ്റ് പാരഗ്രാഫ്. ദ ആർട്ട് ഓഫ് റൈറ്റിംഗ് എക്സിസ്റ്റഡ് ഇൻ ഏൻഷ്യൻറ്റ് ചൈന ആസ് വെൽ. ആർട്ട് ഓഫ് റൈറ്റിങ്ങിലുള്ള എഴുത്തുവിദ്യയിലുള്ള പ്രാഗൽഭ്യം ചൈനയിൽ നിലനിന്നിരുന്നു. ദ സ്ക്രിപ്റ്റ് വാസ് പിക്ടോഗ്രാഫിക്. അപ്പോൾ ചൈനയിൽ എങ്ങനെയായിരുന്നു സ്ക്രിപ്റ്റ്? ചിത്രലിപിയായിരുന്നു. പിക്ടോ എന്ന് പറഞ്ഞാൽ പിക്ചർ എന്ന് കേട്ടിട്ടില്ലേ? പിക്ടോഗ്രാഫിക്, അണ്ടർലൈൻ ചെയ്യണേ. ചിത്രലിപിയായിരുന്നു. നോട്ട് ആൽഫബറ്റിക്, അക്ഷരങ്ങൾ കൊണ്ടുള്ള ആൽഫബറ്റിക് പോലെയുള്ളവ അല്ലായിരുന്നു. ലേറ്റർ ഇറ്റ് ഡെവലപ്ഡ് ഇൻ ടു ആൻ ഐഡിയോഗ്രാഫിക് സ്ക്രിപ്റ്റ്. പിന്നീട് ഇത് ചിഹ്നങ്ങളായിട്ട്, ലാസ്റ്റ് അത് ചിഹ്നങ്ങളായിട്ട് നിലവിൽ വന്നു. ഐഡിയോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ ചിഹ്നങ്ങളായി നിലവിൽ വന്നു. ലൈക്ക് ഏൻഷ്യൻറ്റ് മെസോപ്പൊട്ടോമിയൻസ് ആൻഡ് ഈജിപ്ഷ്യൻസ്, ഏൻഷ്യൻറ്റ് Chinese to formulated a calendar in which a year consists of 365 half days. എന്താ പറഞ്ഞത്? ഈജിപ്ഷ്യനിലും മെസോപ്പൊട്ടേമിയയിലും കണ്ടതുപോലെ തന്നെ ചൈനീസുകാരും ഒരു കലണ്ടർ ക്രിയേറ്റ് ചെയ്തു. അതിൽ ഒരു വർഷം 365 ദിവസമായിരുന്നു, 365 ഹാഫ് ഡേയ്സ് ആയിരുന്നു. In this unit, we have discussed a few civilizations that flourished in river valleys. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് നദീതീരങ്ങളിൽ ഉടലെടുത്ത സംസ്കാരങ്ങളെ പറ്റിയിട്ടായിരുന്നു. The use of bronze, agricultural progress, development of trade and craftsmanship, the art of writing, progress in the field of science, etc. were the remarkable common features of this civilization. ഈ പറഞ്ഞ സിവിലൈസേഷനുകളുടെ എല്ലാം പൊതുവായ ഫീച്ചർ എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? യൂസ് ഓഫ് ബ്രോൺസ്, വെങ്കല ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. അഗ്രികൾച്ചറൽ പ്രോഗ്രസ്, കൃഷിയിൽ പ്രോഗ്രസ് ഉണ്ടായി. ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേഡ്, കച്ചവടം കൂടി. ക്രാഫ്റ്റ്സ്മാൻഷിപ്പ്, കരകൗശല വസ്തുക്കളുടെ പ്രയോഗവും കൂടി. ആർട്ട് ഓഫ് റൈറ്റിംഗ്, എഴുത്തുവിദ്യ കൂടുതലായിട്ട് വന്നു തുടങ്ങി. പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്, ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ വളർച്ചയുണ്ടായി. എന്നീ ഇത്രയും കാര്യങ്ങളാണ് ഈ പറഞ്ഞ സംസ്കാരങ്ങളുടെ എല്ലാം പൊതുവായ ഫീച്ചർ എന്ന് പറയുന്നത്, കോമൺ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നമ്മളിതിൽ റിവർ വാലീസ് സിവിലൈസേഷൻസ്, നദികളിൽ ഉടലെടുത്തിട്ടുള്ള സംസ്കാരങ്ങളെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ സംസ്കാരവും നിങ്ങൾ എടുക്കുക, അത് നല്ലപോലെ നോട്ട്സ് തയ്യാറാക്കി പഠിക്കുക. വീഡിയോ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സംശയമുള്ളത് എപ്പോഴാണെന്ന് വെച്ചാൽ വീഡിയോ എടുത്ത് നോക്കുക. അപ്പോൾ നമ്മളങ്ങനെ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി. ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള സിവിലൈസേഷനുകളെയെല്ലാം ഒരു ചാർട്ട് രൂപത്തിലാക്കി ടെക്സ്റ്റ് നൽകിയിട്ടുണ്ട്. അത് നല്ലപോലെ മനസ്സിലാക്കുക, അത് ബൈ ഹാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ലെറ്റസസിലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ലാസ്റ്റിൽ. അനലൈസ് ദ പ്രോഗ്രസ് അച്ചീവ്ഡ് ബൈ ദ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്. എന്താണ് പറഞ്ഞത്? ബ്രോൺസ് ഏജ് സിവിലൈസേഷനിൽ സയൻസിലും മാത്തമാറ്റിക്സ് ഫീൽഡിലും അച്ചീവ് ചെയ്തിട്ടുള്ള പ്രോഗ്രസ്സുകളൊന്ന് അനലൈസ് ചെയ്ത് എഴുതാൻ. നമുക്കതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാമെന്നൊന്ന് നോക്കാം. അതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം. ഒന്നാമത്തെ പോയിന്റ്, ദ ഹാരപ്പൻസ് മിക്സ് കോപ്പർ വിത്ത് ടിൻ ടു പ്രൊഡ്യൂസ് ബൊറോൺസ്. ഹാരപ്പൻസ് ജനത ചെമ്പും വെളുത്തീയവും കൂട്ടിച്ചേർത്ത് വെങ്കലം നിർമ്മിച്ചു. രണ്ടാമത്തത്, ഈജിപ്ഷ്യൻസ് ഫോർമുലേറ്റഡ് എ സോലാർ കലണ്ടർ വിത്ത് 365 ഡേയ്സ്. ദേ കുഡ് കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾസ് ആൻഡ് റെക്ടാങ്കിൾസ്. ദേ വെയർ ഓൾസോ മേക്ക് എ സൺഡയൽ ആൻഡ് വാട്ടർ ക്ലോക്ക്. നമ്മൾ പറഞ്ഞതാണ്, ഈജിപ്ഷ്യൻസ് എന്ത് ചെയ്തിരുന്നു? സോളാർ കലണ്ടർ, 365 ഡേയ്സ് ഉള്ള ഒരു സോളാർ കലണ്ടർ ക്രിയേറ്റ് ചെയ്തു. പിന്നീട് അവർക്ക് ട്രയാങ്കിൾസിൻ്റെയും റെക്ടാങ്കിൾസിൻ്റെയും ഏരിയ കണ്ടുപിടിക്കാൻ അറിയാമായിരുന്നു. പിന്നീട് വാട്ടർ ക്ലോക്കും സൺഡയലും നിർമ്മിച്ചു. മൂന്നാമത്, മെസോപ്പൊട്ടോമിയൻസ് ഫോർമുലേറ്റഡ് എ കലണ്ടർ ബേസ്ഡ് ഓൺ ദ മൂവ്മെൻറ്റ് ഓഫ് ദ മൂൺ. ദേ ന്യൂ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സ്ക്വയർ റൂട്ട്. മെസോപ്പൊട്ടോമിയൻസ് എങ്ങനെയായിരുന്നു? ചന്ദ്രനെ ആസ്പദമാക്കിയായിരുന്നു ഒരു കലണ്ടർ നിർമ്മിച്ചിരുന്നത്. അവർക്ക് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും സ്ക്വയർ റൂട്ടും കണ്ടുപിടിക്കുവാൻ അറിയാമായിരുന്നു. Ancient Chinese peoples formulated a calendar with 365 half days. Ancient Chinese peoples 365 ഹാഫ് ഡേയ്സ് ഉള്ള ഒരു കലണ്ടറാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലായിരുന്നു ശാസ്ത്രരംഗത്തും മാത്തമാറ്റിക്സ് രംഗത്തും അവർ അച്ചീവ് ചെയ്തിട്ടുള്ള പ്രോഗ്രസ്സുകളെന്ന് പറയുന്നത്.
മാച്ച് ദ ഫോളോയിങ് ആണ് കൊടുത്തിരിക്കുന്നത്. എ കോളം ഉണ്ട്, ബി കോളം ഉണ്ട്. നമുക്ക് അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ജോൺ മാർഷൽ റിലേറ്റഡ് ടു ഡയറക്ടർ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ജയറാം സാഹ്നി ഹാരപ്പ. ആർ ഡി ബാനർജി ഏതായിരുന്നു? മോഹൻജദാരോ. ഹൈറോഗ്ലിഫിക്സ് എവിടുത്തെ ആയിരുന്നു? ഹൈറോഗ്ലിഫിക്സ് ഒന്ന് ആലോചിച്ചേ, ഈജിപ്റ്റ്. ക്യൂണിഫോം സ്ക്രിപ്റ്റോ? മെസ്സോപ്പൊട്ടോമിയ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത് മാച്ച് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. എല്ലാവർക്കും ചാപ്റ്റർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് വീഡിയോയുടെയും സെക്കൻഡ് വീഡിയോയുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ അതോടെ പോയി ഒന്ന് കാണുക. ഓക്കെ, നിങ്ങളുടെ കമൻറ്റ്സ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സജഷൻസ് ഉണ്ടെങ്കിൽ അത് അറിയിക്കാം. എല്ലാവരും വീഡിയോ മുഴുവനായി തന്നെ കാണുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക് നൽകുക. ഫ്രണ്ട്സിന് കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് കാണുന്നവരേക്കും താങ്ക് യു.